മതരാഷ്ട്രവാദികളുമായുള്ള സഹകരണം പരസ്യമായി ഉറപ്പിച്ചത് മുസ്ലിം ലീഗ്. വെൽഫെയർ പാർട്ടിയുമായി UDF തുടർന്നും സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM.A. സലാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും മുന്നണി സ്വഭാവത്തിൽ നീങ്ങുമെന്ന് PM.A. സലാം പരസ്യമായി വ്യക്തമാക്കുന്നു. PM.A. സലാമിൻ്റെ വാക്കുകൾ. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മുസ്ലിം ലീഗിന് ലഭിക്കുകയല്ല, UDFുമായി വെൽഫെയർ പാർട്ടി സഹകരിച്ചിരുന്നു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായും KT സ്വാലിഹ് വിവരങ്ങളുമായി ചേരുകയാണ്. KT സ്വാലിഹ്, ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പല ഘട്ടങ്ങളിലും പല നേതാക്കന്മാർ പറഞ്ഞ വൈരുദ്ധ്യങ്ങളെയൊക്കെ ഇല്ലാതാക്കി തീർത്തും വ്യക്തത വരുത്തുകയാണ് PM.A. സലാം. നേരത്തെ നടന്ന പല തിരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം സഹകരിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുമായി. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടരും. മാത്രമല്ല, അത് UDFുമായി, അതായത് അത് എടുത്തു പറയുന്നത് മുന്നണി സ്വഭാവത്തിലുള്ള ഒരു നീക്കം, കേവലമായ സഹകരണമോ നീക്കുപോക്കോ അല്ല. UDF മുന്നണിയുടെ ഭാഗമായി ഈ മതരാഷ്ട്രവാദികളുമായുള്ള ബന്ധം തുടരും എന്നും PM.A. സലാം പറയുന്നു, അല്ലേ സ്വാലിഹ്? അജിംഷാദ്, നേരത്തെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വെൽഫെയർ പാർട്ടി മലപ്പുറത്തൊക്കെ ഓഫീസ് തുറന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു. UDFന് വേണ്ടി UDFിൻ്റെ ഭാഗമായി സഹകരിച്ച് തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നു. പക്ഷേ അത് പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അത് പരസ്യ പ്രസ്താവനയിലേക്ക് പോകുന്നു. അവർ ഒരു സഖ്യകക്ഷിയെ പോലെ തന്നെയാണ് അവിടെയൊക്കെ പ്രവർത്തിച്ചത് നാം കണ്ടത്. പക്ഷേ അത് ഇനി ഒരു മുന്നണി സ്വഭാവത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ PM.A. സലാം പറയുന്നത്. ഇത് കോൺഗ്രസ് നേതാക്കളും നേരത്തെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ സൂചന നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നണി സംവിധാനത്തിൽ തന്നെ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചു പോകാനുള്ള ആലോചന സജീവമായി നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നതാണ്. അവർക്ക് പല ജില്ലകളിലും ഒക്കെ പല മണ്ഡലങ്ങളിലും വാർഡുകളിലൊക്കെ അവർക്ക് സീറ്റുകൾ ലഭിക്കാറുണ്ട്, അവർ വിജയിക്കാറുമുണ്ട്. പക്ഷേ ഇനി അത് UDFിൻ്റെ ഭാഗമായി തന്നെ പരസ്യമായി ഒരു മുന്നണി സ്വഭാവത്തിൽ സീറ്റുകൾ വീതം വെച്ച് മത്സരിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറുകയാണ്. അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി തുടർച്ചയാണ് PM.A. സലാം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. തീർച്ചയായും സ്വാലിഹ്, അതായത് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് എന്നത് സ്വാഭാവികമായും നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ മുസ്ലിം ലീഗ് പരസ്യമായി പ്രഖ്യാപിക്കാൻ ധൈര്യം കാട്ടുന്നു, അല്ലെങ്കിൽ ആ വ്യക്തത വരുത്തുന്നു. മുന്നണി സ്വഭാവത്തിൽ തന്നെ തുടർന്നും നീങ്ങും, അതും വെൽഫെയർ പാർട്ടിയുമായി. ഇത് ഒരുപക്ഷെ KT സ്വാലിഹിന് വ്യക്തമായി അറിയാൻ പറ്റും. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ ഒറ്റപ്പെട്ട പിന്തുണ മാത്രമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന, അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇതുവഴി ഒളിച്ചു കടത്തുന്നതിലുള്ള സമസ്തയുടെ, അതായത് പരമ്പരാഗത മുസ്ലിങ്ങളുടെ 99% ഉൾക്കൊള്ളുന്ന സമസ്തയ്ക്ക് വലിയ വിയോജിപ്പുണ്ട്. അവരുടെ പണ്ഡിത സഭകൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രവാദികളെ ഈ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറ്റുന്നതിനെ സംബന്ധിച്ച് വലിയ വിമർശനമുണ്ട്. അതിനിടയിലാണ് മുസ്ലിം ലീഗ് അല്ല, UDF തന്നെ ഇതാ ഉണ്ട് കൂടെ വെൽഫെയർ പാർട്ടിക്കൊപ്പം ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം എന്ന പ്രഖ്യാപനം നടത്തുകയാണ് PM.A. സലാം. വലിയ പ്രത്യാഘാതങ്ങളാകും തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവുക. അജിംഷാദ്, തീർച്ചയായും നമുക്കറിയാം, വലിയ സ്വാധീനം മുസ്ലിം സമുദായത്തിലൊന്നുമുള്ള ഒരു സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി. ഈ സാധാരണ രീതിയിൽ ഒരു നിയമസഭാ മണ്ഡലം എടുത്താൽ പോലും ഒരു 10,000-2,500 വോട്ട് മാത്രം ഉള്ള ഒരു പാർട്ടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. പക്ഷേ ഈ വാർഡ് തെരഞ്ഞെടുപ്പുകളിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ ഓരോ വാർഡുകളിലും 3-4 വോട്ടുകളും 5 വോട്ടുകളും ഒക്കെ വ്യത്യാസത്തിലുള്ള പല വാർഡുകളും ഉണ്ടാവും. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ ഒരു പിന്തുണ ഈ സഹായം സ്വീകരിക്കുന്നവർക്ക് ഗുണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ UDF, കോൺഗ്രസ് ആയാലും അത് മുസ്ലിം ലീഗ് ആയാലും വെൽഫെയർ പാർട്ടിയുമായി ഒരു സഹകരണം മലബാറിലൊക്കെ പൊതുവിൽ നടത്തി വന്നിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ തന്നെ ഇവർക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഇത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയ നീക്കം
മലബാറിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ UDF-നുണ്ട്, കോൺഗ്രസിനുണ്ട്. മുസ്ലിം ലീഗ് കൂടി അതിൻ്റെ ഭാഗമാവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഒന്നും മുസ്ലിം ലീഗിന് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇങ്ങനെ ഒരു സഖ്യമായി പോകുന്നതിനോട് നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ സംഘടനാ സംവിധാനമൊക്കെ വളരെ ശക്തമായ സ്ഥലത്ത് സമുദായത്തിനകത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ UDF-ൻ്റെ ഭാഗമാവുന്നതിനോട് പൊതുവിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് പരമാവധി ഏതെങ്കിലും തരത്തിൽ അധികാരം ലഭിക്കണം. അതിന് മാത്രമല്ല ഇതിനകത്ത് രൂപം കൊള്ളുന്ന വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PMA സലാം അടക്കമുള്ളവർ, KPA മജീദ് അടക്കമുള്ളവർ പ്രതിദാനം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു മുജാഹിദ് ടൈപ്പ് ചിന്താഗതി. അതിൻ്റെ പ്രതിഫലനങ്ങൾ ലീഗിൽ ഒരു അടിസ്ഥാനമായി ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമായി വലിയ അടിത്തറയായ മുസ്ലിം ലീഗിലുള്ളത് സമസ്തയുമാണ്. ഈ വൈരുദ്ധ്യങ്ങൾക്ക് പുറമെയാണ് ഇവർ രണ്ടുപേരും എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂടി ലീഗിൻ്റെ ചുമലിൽ കയറ്റി UDF-ലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒന്നാമത്തെ നഷ്ടം ഒരുപക്ഷെ മുസ്ലിം ലീഗിന് തന്നെയാകും. രണ്ടാമത് UDF-ഉം കോൺഗ്രസും അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം, അല്ലേ സോലെ? തീർച്ചയായും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സമസ്തയൊന്നും നേരത്തെ ഒരു വൈവാഹിക ബന്ധം പോലും ഇത്തരത്തിലുള്ള കുടുംബങ്ങളുമായി, ജമാഅത്തെ ഇസ്ലാമിയുമായൊക്കെ ബന്ധമുള്ള കുടുംബങ്ങളുമായി നടത്താറില്ല. അതോടൊപ്പം തന്നെ മുജാഹിദ് വിഭാഗം അവർ സലഫി വിശ്വാസങ്ങളുള്ള വലിയ തോതിൽ ഇത്തരത്തിൽ ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സലഫി വിഭാഗക്കാർ പോലും ഒരു ഘട്ടത്തിലും അവർ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നിട്ടില്ല. അവർ മുസ്ലിം ലീഗുമായാണ് പരമാവധി സഹകരിച്ച് പോകാറുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസുമായൊക്കെ സഹകരിച്ച് പോകുന്നതാണ് മുജാഹിദ് വിഭാഗങ്ങളുടെ ഒക്കെ ഒരു പൊതുവായ സ്വഭാവം. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമായ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സഖ്യമുണ്ടാക്കുന്നതിൻ്റെ സന്ദേശം ഇത്തരത്തിലുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഒരു വിസിബിലിറ്റി കൊടുക്കുന്നതിൽ സമസ്തയ്ക്കൊക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നു. മുജാഹിദ് വിഭാഗങ്ങൾക്ക്, രണ്ട് മുജാഹിദ് വിഭാഗങ്ങൾ അവർ പരസ്യമായി എതിർത്തതാണ്. പക്ഷേ ഇതെല്ലാം അവഗണിച്ച് പരസ്യമായി ഒരു സഖ്യത്തിലേക്ക് തീർച്ചയായും എന്തായാലും മതരാഷ്ട്രവാദികളുമായുള്ള സഹകരണം അത് മുന്നണി സ്വഭാവത്തിൽ തന്നെ UDF തുടരുമെന്ന പ്രഖ്യാപനം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയിരിക്കുന്നത്. ആ വാക്കുകളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് നമ്മൾ KT സ്വാലിഹ് നൽകിയത്.